എന്താണ് ഗുരു അഹിംസയെ കുറിച്ച് പറയുന്നത് നോക്കാം. അഹിംസ പരമോ ധർമ്മ സർവധർമ്മേഷു സുവ്രത ബുദ്ധാദയോ മഹാത്മാനോ യയാപു പരമം പദം. സർവധർമ്മേഷു, എല്ലാ ധർമ്മങ്ങളിലും വെച്ച്, എല്ലാ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു ധർമ്മങ്ങൾ ഗുരു പറഞ്ഞിട്ടുള്ളതും ഇനി ഏതെങ്കിലും വിധത്തിൽ ധർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ധർമ്മങ്ങളിലൊക്കെ വെച്ചിട്ട് പരമഹാധർമ്മ, പരമഹ എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്, ഏറ്റവും ശ്രേഷ്ഠം എന്നാ പറയാൻ പറ്റുള്ളൂ. അതാണ് അഹിംസാധർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ്. പരമോ ധർമ്മ അഹിംസ, അഹിംസയാകുന്നു. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സാ വാച കർമ്മണ പ്രാണികളെ, ജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക. യയാ സുവ്രത ബുദ്ധാദയ, യാതൊരു അഹിംസയാൽ നല്ല വ്രതശാലികളായ ബുദ്ധൻ തുടങ്ങിയ മഹാത്മനഃ, മഹാത്മാക്കള് പരമം പദം ആപുഹു, ശ്രേഷ്ഠമായ പദത്തെ, മഹാത്മാക്കള് ശ്രേഷ്ഠമായ പദത്തെ, മോക്ഷത്തെ പ്രാപിച്ചു. അപ്പൊ മോക്ഷത്തെ പ്രാപിക്കുന്ന ഒരു വ്യക്തി ആത്യന്തികമായി ശീലിക്കേണ്ട ഒന്നാണ് അഹിംസ. ഒരു ഉദാഹരണം ഇതിലെടുത്ത് പറയുന്നു. ശ്രീബുദ്ധന്റെ ജീവിതം. ശ്രീബുദ്ധൻ മാത്രമല്ല, ശ്രീബുദ്ധൻ തുടങ്ങിയ ബുദ്ധാദയ തുടങ്ങിയിട്ടുള്ള വർദ്ധമാന മഹാവീരൻ, യേശുക്രിസ്തു, അതുപോലെയുള്ള മഹാത്മാക്കൾ, ശ്രീനാരായണ ഗുരു വരെ എത്തി നിൽക്കുന്ന മഹാത്മാക്കളുടെ ഒക്കെ ജീവിതത്തിലൂടെ അവര് അഹിംസയെ പരമമായ ധർമ്മമായിട്ട് സ്വീകരിച്ചു. അതില് ഈ സുവ്രത എന്നുള്ളത് സംബോധനയായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു സംബോധനയാണ്. അപ്പോ ശിഷ്യന്മാര് സുവ്രത, നല്ല വ്രതശാലികളായിട്ടുള്ള ശിഷ്യന്മാരെ ഞാൻ പറഞ്ഞു തരാം എന്ന് ഗുരു പറയുന്നത് പോലെയും വേണമെങ്കിൽ അർത്ഥമെടുക്കാം ഇതിന്, സുവ്രത. അതേപോലെ തന്നെ ശ്രീബുദ്ധന്റെ വിശേഷണമായിട്ടും പോലുള്ള ശ്രേഷ്ഠന്മാരുടെ വിശേഷണമായിട്ടും ഈ സുവ്രതാഹ, നല്ല വ്രതശാലികളായിട്ടുള്ളവർ. വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്ഠയാണ് വ്രതം. ചില കാര്യങ്ങളില് നമ്മൾ നിഷ്ഠകൾ കൊണ്ടുവന്നാലാണ് അത് വ്രതമാവുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും വ്രതം നമുക്ക് ഉണ്ടോ? ഒന്നിനെയും കൊല്ലുകയില്ല എന്നൊരു വ്രതം നമ്മൾ സ്വീകരിച്ച നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ നമ്മൾ സുവ്രതന്മാരാണ്. ചില ആളുകൾക്ക് സുവ്രതൻ എന്നും സത്യവ്രതൻ എന്നൊക്കെ പേരിടും. പക്ഷെ സത്യം മാത്രം ഉണ്ടാകൂല, വ്രതം മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ പേര് നോക്കിയിട്ട് ചില ആളുകളുടെ വ്യക്തിത്വം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പേരിന്റെ ഒപ്പം നമ്മുടെ വ്യക്തിത്വം നിൽക്കണം. നിങ്ങളുടെ പേരെന്താണോ ആ പേരിൽ നിങ്ങളുടെ ഗുണം അടങ്ങിയിരിക്കണം. നിങ്ങൾക്കൊരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേരിനെ അന്വർത്ഥമാക്കണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് പേരിടുമ്പോൾ ആചാര്യന്മാരെ കൊണ്ടാണ് കുട്ടികളെ പേരിടിക്കുക. കുട്ടികളെ ആചാര്യൻ കുറെ നേരം ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നൊരു പ്രകാശവീചി വന്ന് ആചാര്യന്റെ മനസ്സിൽ പറയും, ഇത് ഈ കുഞ്ഞിന്റെ മനസ്സിന്റെ ഉള്ളിലെ ലക്ഷ്യം ഇതാണ്. അപ്പൊ ആ ലക്ഷ്യം ആ ആചാര്യൻ മനസ്സിലാക്കിയിട്ട് ഒരു പേര് കൊടുക്കും. ആ കുഞ്ഞിന്റെ ഉള്ളില് ഈശ്വരൻ നിക്ഷേപിച്ചിട്ടുള്ള ധർമ്മവീജിയാണ് കിട്ടുന്നത്. ആ ധർമ്മവീജി ആചാര്യന് പെട്ടെന്ന് പിടികിട്ടും. എല്ലാവരുടെ ഉള്ളിലുണ്ട് ധർമ്മവീജികൾ. കാലങ്ങൾ കഴിയുമ്പോൾ ആ പേര് ഈ കുഞ്ഞിന്റെ സ്വധർമ്മമായിട്ട് വരും. അങ്ങനെ പേരിടണം. അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നൊരു നല്ല പേരെടുത്തിടല്ല വേണ്ടത്. അപ്പൊ പേരും ആളും രണ്ടായിട്ട് കിടക്കും. പേര് വേറെ, അതുപോലെ ആള് വേറെ, വ്യക്തിത്വം വേറെ. ഈ രണ്ടും വെവ്വേറെ ആയിട്ട് വരാൻ പാടില്ല ഒരിക്കലും. രണ്ടും ഒന്നായിട്ട് തീരണം. എപ്പോഴും കുഞ്ഞിന് പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പേരിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. നമ്മൾ കുഞ്ഞിന് പേര് കൊടുക്കുമ്പോൾ ആ പേര് ആദ്യം ചെവിയിൽ പറയുമ്പോൾ പേര് പറഞ്ഞിട്ട് അർത്ഥം കൂടി പറയണം. പിന്നെ അച്ഛനും അമ്മയും പേര് വിളിക്കുമ്പോൾ അർത്ഥം കൂടി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ സുവ്രതാഹ എന്ന് ഗുരു ശിഷ്യന്മാരെ സംബോധന ചെയ്യണമെങ്കിൽ ബോധാനന്ദ സ്വാമികളെ പോലെയുള്ള വ്രതനിഷ്ഠരായിട്ടുള്ള ആ ശിഷ്യന്മാരെ ഗുരു
അങ്ങനെ സുവ്രതാഹ എന്ന് വിളിക്കുമ്പോൾ അതൊരു അംഗീകാരം കൂടിയാണ്. അവര് ആ വ്രതനിഷ്ഠ തന്നെയാണ് ശരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ രണ്ടു തരത്തിൽ ഇതിനർത്ഥം പറയാം. അഹിംസ പരമമായ ധർമ്മമാണ്. അഹിംസയാണ് നമ്മൾ പാലിക്കേണ്ടത്. അഹിംസയിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ പാടില്ല. അത് ജീവിക്കണം. അഹിംസ പാലിക്കാൻ വളരെ വിഷമമാണ്. കാരണം നമ്മളുടെ ഒരു ശ്വാസം നിലനിൽക്കണമെങ്കിൽ അല്പം ഹിംസ ആവശ്യമുണ്ട്. ഈ ശരീരം ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ അല്പം ഹിംസ ആവശ്യമുണ്ട്. അപ്പൊ ഹിംസയെക്കുറിച്ച് നമ്മൾ ബോധവാനാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഹിംസയിലൂടെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. പൂർണ്ണമായിട്ട് അഹിംസ പാലിക്കപ്പെടണമെങ്കിൽ ദേഹ താല്പര്യം നിങ്ങൾക്ക് പാടില്ല. ദേഹത്തെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം പോലും പാടില്ല. ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരു ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിദ് വരീയാനും ബ്രഹ്മവിദ് വരിഷ്ഠനുമായിട്ട് മാറും. അദ്ദേഹം പ്രാണം മാത്രമേ ശ്വസിക്കുള്ളൂ, വേറൊന്നും ഭക്ഷണം പോലും കഴിക്കില്ല. ആ വരിഷ്ഠ തലത്തിലൊക്കെ അഹിംസ പൂർണ്ണമാണ്. ഗുരുദേവന്റെ നിർവാണ ദർശനം എന്ന കൃതിയിൽ ബ്രഹ്മവിദ് വരിഷ്ഠന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ബ്രഹ്മ വരിഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ആഹാരം പോലും വേണ്ട. അവർ വായിലേക്ക് ആഹാരം വെച്ചു കൊടുത്താൽ കഴിക്കില്ല. അതുകൊണ്ട് അവർക്ക് 100% അഹിംസാശാലികളായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഹിംസയിലൂടെ ഒരു ചെടിയെ നോവിക്കുമ്പോൾ ആ ചെടിയോട് പറയാ, എന്റെ അന്നം നിന്റെ ത്യാഗമാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ നുള്ളി എടുത്ത് കഴിച്ചോട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ധർമ്മമാകുള്ളൂ. നമ്മൾ ഒരു ചെടിക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കും. ചെടിക്ക് മനസ്സുണ്ട്. ശരിക്കും നമ്മുടെ പൂർവ്വ ഋഷിമാര് ആ മനസ്സ് കണ്ടവരാണ്. ഈ ഭൂമിയിൽ ഒരു ചെടി കിളിർക്കുമ്പോൾ പോലും ആ കിളിർക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഈശ്വരനിശ്ചിതമായ ഒരു ഉദ്ദേശമാണ്. അതുകൊണ്ട് ആ ചെടിയുടെ ഉദ്ദേശം നമ്മളുടെ സഫലതയായിട്ട് വരുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന എപ്പോഴും അന്നത്തിന്റെ കാര്യത്തിൽ വേണം എന്ന് പറയും. ഭാരതീയ ഋഷിമാരതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നമാണ് ബ്രഹ്മം എന്ന് അവർ മനസ്സിലാക്കി. അന്നാധ്യേവ ഖല്ലിമാനി ഭൂതാനി ജായന്തേ, അന്നത്തിൽ നിന്നാണ് എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നത്, എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. അന്നം കൊണ്ടാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അന്നത്തിലേക്ക് തന്നെയാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. എങ്ങനെ അന്നത്തിലേക്ക് തിരിച്ചു പോകുന്നത്? നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം അന്നമായിട്ട് മാറും. വേറെ ജീവികൾക്ക്, പുഴുക്കൾക്കൊക്കെ അന്നമായിട്ട് മാറും. നിങ്ങൾ അന്നം കൊണ്ടല്ലേ നിലനിൽക്കുന്നത്. അന്നത്തിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ അച്ഛനും അമ്മയും കഴിച്ചിട്ടുള്ള അന്നത്തിൽ നിന്നാണ് അണ്ടവും ബീജവുമായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അന്നത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അന്നത്തിൽ നിലനിൽക്കുന്നു, അന്നത്തിലേക്ക് തിരിച്ചു പോകുന്നു, അന്നമായിട്ട് തീരുന്നു. ബൈബിളിൽ അത് ക്രൈസ്റ്റ് പറയുന്നത് മണ്ണാകുന്നു എന്നാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു എന്നാണ്. മണ്ണിൽ നിന്ന് ഉണ്ടാകുന്നു, മണ്ണിൽ നിലനിൽക്കുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് ബൈബിൾ വചനം. പക്ഷെ അതിനേക്കാളും അർത്ഥവത്തായിട്ടുള്ള അന്നം എന്നുള്ളത് അതിനേക്കാൾ അർത്ഥവത്തായിട്ടുള്ള പദമാണ്. അപ്പോ അഹിംസ പരമോ ധർമ്മ, അഹിംസയാണ് ഏറ്റവും പരമമായ ധർമ്മം. കൊല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഗുരു ജീവകാരുണ്യ വഞ്ചകം എന്ന് പറഞ്ഞൊരു കൃതി എഴുതുന്നുണ്ട് നമുക്ക്. ആ കൃതി എന്തിനു വേണ്ടിയാ? പ്രാകൃതനായ മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. അത്രയും പ്രാകൃതമാണ് നമ്മളുടെ അന്തരംഗ ചോദനകളെല്ലാം. മനുഷ്യനെ മാത്രമല്ല, എങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ കൊല്ലാമോ, വധിക്കാമോ, വേദനിപ്പിക്കാമോ, ആ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പുറകോട്ടല്ല. കൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് ഗുരു പറയുമ്പോൾ നിങ്ങൾ ഒരു മാനദണ്ഡം ഉപയോഗിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മാനദണ്ഡം ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ മറ്റുള്ള ജീവികളെ കൊല്ലുന്ന കാര്യത്തിൽ അല്പം പോലും ശ്രദ്ധ കാണിക്കാറില്ല. പക്ഷേ ഏതൊരു ജീവിയെയും കൊല്ലുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ആ കൊല എന്നെയാണ് നടത്തുന്നതെങ്കിലോ ആണ് സ്വയം ചോദിക്കണം. കൊല്ലുന്നത് തങ്കൽ വരിൽ. ആ കൊല്ലുന്നത് നമ്മെയാണെങ്കിലോ,
നമുക്കത് ഹിതമായിട്ട് വരുമോ, ഇഷ്ടമായിട്ട് വരുമോ എന്ന് ചോദിക്കണം. ഇഷ്ടമായിട്ട് വരില്ല എന്ന് നമ്മുടെ മനസ്സ് പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം.